ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണ്ണിലേക്ക് കാർബൺ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാർബണിനെ തിരിച്ച് മണ്ണിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോഴുള്ള കൃഷിയുടെ കംപ്ലീറ്റ് നമുക്ക് സ്ട്രക്ചർ മാറ്റാൻ പറ്റും. കർഷകർക്ക് ഏറ്റവും നല്ല ആദായം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടമായി വേണ്ട സാധനമാണ് കാർബൺ. ഈ കാർബണിനെ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട യജ്ഞം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്നത്. ഈ കമ്പോസ്റ്റിംഗ് തന്നെ ഏറ്റവും ലോ കോസ്റ്റിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാർക്കും നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മദർ കൾച്ചർ ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നത്. സാധാരണ കമ്പനിക്കാരെല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ നമ്മളത് ചകിരിച്ചോറിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ ആണ് അയച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇനോക്കുലം ഉണ്ടോ, അതിൻ്റെ അകത്ത് കൾച്ചർ ഉണ്ടോ, ബാക്ടീരിയ ഉണ്ടോ എന്നും നമുക്ക് സാധാരണക്കാരന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി അതിന്റെ കൾച്ചറാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പം തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ബിന്നുകളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് ചെറിയൊരു തുക അടച്ചാൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്തെ എയർ ഹോളുകളെല്ലാം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം നിൽക്കാനും അത് വെള്ളം പുറത്തേക്ക് ഒലിച്ചിറങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ പുഴുവൊക്കെ വരാനായിട്ട് സാധ്യതയുള്ളതാണ്. നമ്മൾ ഇതിന്റെ ഹോൾ ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്നും പുറത്തുനിന്ന് ഒരുപാട് പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാ പഞ്ചായത്തുകളിലൂടെയൊക്കെ നമുക്ക് എല്ലാവരുടെ വീട്ടിലേക്കും എത്തിക്കും. ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി അത് തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ എയർ പോട്ട് എന്ന് പറയുന്ന സാധനം. ഇത് 50 ലിറ്ററിന്റെ പോട്ടാണ്. ഇതിന് അത്യാവശ്യം വിലയുണ്ട്. 350 രൂപയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രൈസ്. ഇത് തൊട്ടടുത്തുള്ള നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. അവിടെ നിന്നൊക്കെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതൊക്കെ പാഴ്സലായിട്ടൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രൈസ് ഇതിനൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് നന്നായിട്ട് ഈ പറഞ്ഞ നമ്മളുടെ ഈ ഒരു കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഏറ്റവും ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ് ശരിക്കും ഈ ക്രൈറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ ഫ്രൂട്ട്സ് കടകള്, പഴക്കടകള്, പച്ചക്കറി കടകളിലൊക്കെ നമുക്ക് ഇത് സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ കിട്ടും. ഇതിനകത്ത് നമുക്ക് സാധാരണക്കാരന്റെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പുതിയതായിട്ടൊരു സാധനം നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഇത് നമ്മുടെ പെയിന്റ് വരുന്ന ഡ്രമ്മാണ്. നമ്മൾ ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതിനകത്ത് വരെ നമുക്ക് കമ്പോസ്റ്റിംഗ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നമ്മളുടെ ഈ പെയിന്റ് കടകൾ അല്ലെങ്കിൽ പെയിന്റ് പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ബിന്ന് വാങ്ങാൻ കിട്ടും. കൂടിപ്പോയാൽ ഒരു 50 രൂപ കൊടുത്താൽ മതി. ഈ 50 രൂപ കൊടുത്ത് ഈ സാധനം മേടിച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഹോൾ ചെയ്തെടുക്കുക. ഇതിനകത്ത് നമ്മൾ ഹോൾ ചെയ്തിട്ടുണ്ട്. ഇത്രയെങ്കിലും ഹോള് വലിപ്പം വേണം, എന്നാലാണ് ഇതിനകത്തേക്ക് എയർ കയറുന്നതും നന്നായിട്ട് ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലും നല്ല അടിപൊളിയായിട്ട് കമ്പോസ്റ്റിംഗ് നടത്തും. ഇനി കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇതിനകത്ത് ഇങ്ങനെ ഹോൾ ചെയ്തിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട്. ചെടി ഏറ്റവും നന്നായിട്ട് വളരുന്നത് ഇതുപോലെ എയർ കിട്ടുന്ന പാത്രങ്ങളിലായിരിക്കും. ഒരിക്കലും അടച്ചിട്ടുള്ള പാത്രങ്ങൾ, നമ്മളിപ്പോ ചട്ടി വാങ്ങി നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. ഒരിക്കലും ചട്ടിയിൽ കൃഷി ചെയ്യരുത്. കാരണം ചെടിയുടെ വേരിന് നല്ല രീതിയിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ എത്രത്തോളം കൂടുതലായിട്ട് കിട്ടുന്നോ അത്രത്തോളം നന്നായിട്ട് ചെടി വലുതാകും. അപ്പൊ നമ്മളിപ്പോ ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ബക്കറ്റുകളാണിത്. ഇത് നമുക്ക് ഇവിടെ അടുത്തൊരു ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഏകദേശം 50 രൂപയ്ക്ക് അടുത്താണ് ഇതിനകത്തൊരു കോസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 200 ബക്കറ്റാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹോൾ ചെയ്യാനായിട്ട് എടുക്കുന്നത് 4 mm ബിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 mm ബിറ്റ് വെച്ച് നോക്കുമ്പോഴാണ് അതിന് ഏറ്റവും നന്നായിട്ട് ആ എയർ പാസേജ് കിട്ടുന്നത്. നമുക്ക് കാണാൻ അത്യാവശ്യം വൃത്തിയുള്ളതായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ഈ 4 mm ബിറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചെടി വളർത്താനും പറ്റും. കാരണം ഇത് ഈ എയർപോർട്ട് എന്ന് പറയുന്നത് ഇതൊരു സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു മോഡലാണിത്. അപ്പൊ അതേപോലെ പക്ഷേ ഇതിന് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഡിസൈനിങ്ങിൽ ഈ സാധനം നമുക്ക് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് കമ്പോസ്റ്റിംഗ് നടത്തും, അതുപോലെ തന്നെ ചെടിയും വളർത്താൻ പറ്റും. അപ്പൊ ഇതുപോലെ ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് നടക്കും, നമ്മുടെ കൃഷിയും നടക്കും. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ
ഗുഡ് ബൈ.